ഈ ലോകം തന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന കഴുതകൾ ശരിക്കും മനുഷ്യരെക്കാൾ സ്മാർട്ടും വേറെ ഒരു അനിമലിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ചെയ്യുന്ന ഒരു അതിബുദ്ധിമാനായിട്ടുള്ള അനിമലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാലങ്ങളായി നമ്മൾ കളിയാക്കിയിരുന്ന ഈ ഒരു ജീവി ഇത്രയും ഇന്റലിജന്റ് ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. എന്താണ് ഇതിന്റെ പുറകിലുള്ള സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഐ ആം ശരത്. ദിസ് ഇസ് ഡേ 78 ഓഫ് 100 ഡേയ്സ് 100 സ്റ്റോറി സീരീസ്. സോ ഞാൻ കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യാം. വർഷങ്ങളായിട്ട് നമ്മൾ കഴുതകളെ ഒരു സ്റ്റുപ്പിഡ് ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇത് അറിയാതെ പോയാൽ നമ്മളായിരുന്നു മണ്ടന്മാര്. ഒരു ഡോങ്കി ഏതെങ്കിലും സ്ഥലത്ത് അനങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വയ്യാത്തോണ്ട് വേറെ ഒരു അനിമലും ചെയ്യാത്ത ഒരു കാര്യം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ പ്രദേശത്തിലുള്ള റിസ്ക് അസസ്മെന്റ് വെച്ച് തിങ്ക് ചെയ്ത് ഒരു സേഫർ ആയിട്ടുള്ള പാതയിലോട്ട് പോകാനായിട്ട് ഡിസിഷൻ എടുക്കുകയാണ്. കുതിരകൾ പോലുള്ള അനിമൽസ് പാനിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഡോങ്കീസ് നല്ല രീതിക്ക് ചിന്തിച്ച് ആലോചിച്ച് മാത്രമായിരിക്കും ഡിസിഷൻ എടുക്കുക. ആൻഡ് കഴുതകളുടെ മെമ്മറി പവർ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആണ്. വർഷങ്ങൾ കഴിഞ്ഞാലും അത് പോയ സ്ഥലങ്ങളും വഴികളും ഈവൻ ഹ്യൂമൻസിനെ പോലും അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബുദ്ധിശക്തി മാത്രമല്ല, സിവിലൈസേഷൻസ് മുതൽ ഒരുപാട് കനം ചുമക്കുന്ന ജോലിയും അത്രയും വെയിറ്റ് താങ്ങി മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റാത്ത വഴിയെ കൂടെയും സിമ്പിൾ ആയിട്ട് തന്നെ നടക്കുന്ന ഈ ഒരു ജീവികൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ഹാഷ് ഡെസേർട്ടിൽ ജീവിച്ചിരുന്ന വൈൽഡ് ആസിൽ നിന്ന് ഇൻവോൾവ് ആയി വന്നവരാണ്. ഹ്യൂമണിന് പോലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ സർവൈവ് ചെയ്തിട്ടും നൂറ്റാണ്ടുകൾക്ക് മുന്നേ മുതൽ മനുഷ്യന്മാരുടെ കൂടെ നിന്ന് അവരെ സഹായിച്ചിട്ടും നമ്മൾ ഇന്നും ട്രീറ്റ് ചെയ്യുന്നത് സ്റ്റുപ്പിഡ് ആയിട്ടാണ്. സോ ഇതുവരെ നിങ്ങൾക്ക് ഡോങ്കി എന്ന് കേൾക്കുമ്പോൾ ഒരു ഫൂൾ ആയിട്ടായിരിക്കും തോന്നുക. ബട്ട് ഇതിന്റെ സ്റ്റോറി കേട്ട ശേഷം നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യുക.